അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒന്ന് രണ്ട് ദിവസത്തോളമായി മുസ്തഫൽ ഫൈസി കാന്തപുരം വിഭാഗത്തിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചാനൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ആ ചാനലിൽ മുസ്തഫൽ ഫൈസി കാന്തപുരം വിഭാഗത്തിലേക്ക് ചേർന്നു എന്നുള്ള രൂപത്തിലാണ് ചാനലുകാരൻ വാർത്തയിൽ വായിക്കുന്നത്. നമുക്ക് ആദ്യം അതിലേക്കൊന്ന് കയറാം, എന്നിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാനുള്ളത് പറയാം. മുസ്തഫൽ ഫൈസി എപി വിഭാഗത്തിനൊപ്പം മർക്കസ് നോളജ് സിറ്റി സന്ദർശിച്ച മുസ്തഫൽ ഫൈസിയെ കാന്തപുരത്തിന്റെ മകൻ ഹക്കീം അസ്ഹരി സ്വീകരിച്ചു. മർക്കസിൽ അധ്യാപനം നടത്താനും എപി വിഭാഗം മുസ്തഫൽ ഫൈസിയെ ക്ഷണിച്ചിട്ടുണ്ട്. VS രഞ്ജിത്താണ് ചെയ്തത്. രഞ്ജിത്ത്, വിവാദങ്ങൾക്ക് പിന്നാലെ ഇതാ മുസ്തഫൽ ഫൈസി എപി വിഭാഗത്തിനൊപ്പം എത്തുകയാണ്. മർക്കസ് നോളജ് സിറ്റി നേരിട്ട് എത്തിയിരിക്കുന്നു മുസ്തഫൽ ഫൈസി എന്നതാണ്. ഇതിനെ നമ്മൾ എങ്ങനെ വിലയിരുത്തണം? ആദ്യമായിട്ട് അതിനെപ്പറ്റി നിങ്ങൾ വിലയിരുത്തുന്നതിൻ്റെ മുമ്പ് ഞങ്ങൾക്ക് വിലയിരുത്താനൊന്നുണ്ട്. മുസ്തഫൽ ഫൈസി നോളേജ് സിറ്റി സന്ദർശിക്കലോടുകൂടെ AP വിഭാഗത്തിനോടൊപ്പം എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം അവിടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ അബ്ദുസ്സമദ് സമദാനി വന്നിട്ടുണ്ട്, ഇങ്ങനെ ഹക്കീം ഫൈസി ആദർശേരി വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് ആളുകൾ, എനിക്കറിയാവുന്ന ചില ആളുകളെ പറഞ്ഞ ഹക്കീം ഫൈസി ആദർശേരി കഴിഞ്ഞ പ്രാവശ്യം അവിടെ വന്നിരുന്നു. ഇങ്ങനെ പല ആളുകളും അവിടെ വന്നിട്ടുണ്ട്. അവരൊക്കെ AP വിഭാഗത്തിനോടൊപ്പം എന്ന് പറയുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം അവിടെ സന്ദർശിക്കുക എന്ന് പറഞ്ഞാൽ നോളേജ് സിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വാർത്താ ചാനലുകാർ അതുപോലെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കേണ്ടത്, നോളേജ് സിറ്റി ഇന്ത്യയിലെ ഒരു ദുബായിയാണ്. നോളേജ് സിറ്റി ഇന്ത്യയിലെ ഒരു ദുബായിയാണ്. അപ്പോൾ ദുബായിലേക്ക് അത്രയും കാശ് കൊടുത്ത് പോവേണ്ട ഒരു സ്ഥലമാണ്. അപ്പം നമുക്ക് ഈ കുറഞ്ഞ കാശ് കൊണ്ട് പാസ്പോർട്ടും ടിക്കറ്റും ഒന്നും എടുക്കാതെ പോയി സന്ദർശിക്കാനും ആ ഈത്തപ്പന മരച്ചുവട്ടിൽ പോയി ഒന്ന് വിശ്രമിക്കാനും ആ വലിയ മനോഹരമായ പള്ളിയൊന്ന് കാണാനും ആ അറബിക്ക് ഊതിങ്ങനെ ശ്വസിക്കാനും ഇതുപോലെ തന്നെ വർണ്ണ കളറുകളിലുള്ള വാഹനങ്ങളും അതുപോലെ പല സംഗതികളും കാണാനും ഒക്കെ പറ്റിയ ഒരു സ്ഥലമാണ്. ദുബായിൽ പോയി കാണേണ്ടവർക്ക് നമ്മളെ ഷെയ്ഖ് ഗ്ലോബൽ വില്ലേജ് പോയല്ലോ, അതൊന്നും അവിടെ ഇല്ല കേട്ടോ. ദുബായിലുള്ള എല്ലാം ഉണ്ടോയെന്ന് ചോദിച്ചാൽ നിൽക്കണ്ട, ഗ്ലോബൽ വില്ലേജ് ഒന്നും അവിടെ ഇല്ല. ഇതുപോലത്തെ നല്ല നല്ല കാര്യങ്ങൾ. പിന്നെ മറ്റു രാജ്യക്കാർ വരുമ്പോൾ അവരവരുടേതായ വസ്ത്രങ്ങളൊക്കെ ഇട്ട് വരും. അതല്ലാതെ നോളേജ് സിറ്റിയൊക്കെ കയറുമ്പോൾ അവിടെ സെക്യൂരിറ്റീൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഫർദ ഉണ്ടോർക്ക് ഫർദ ഇട്ടോളിന്ന് അറിയാം, മറ്റവർക്ക് തൊപ്പിട്ട് കൊടുക്കുക, ടൗസർ ഇടാത്തവർക്ക് ടൗസർ, അതൊന്നും ഇപ്പം നടക്കുന്ന കാര്യമല്ല. അത് വരുന്നവർക്ക് അവിടെ വന്ന് കാണാൻ പോകാം, വരുന്നവർക്ക് വന്ന് കാണാൻ പോകാം, അത്രേ ഉള്ളൂ. ഒന്ന് കണ്ട് സന്ദർശിച്ചു പോകാം. അതാണ് മുസ്തഫൽ ഫൈസി ഇപ്പം ചെയ്തിട്ടുള്ളത്. ഇനി ബാക്കിയോ? ലീഗും തമ്മിലുള്ള തർക്കത്തിൽ ലീഗ് മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് സസ്പെൻഷനിലായിരുന്ന മുസ്തഫൽ ഫൈസിയെ തിരിച്ചെടുക്കണം എന്നുള്ളതായിരുന്നു. കഴിഞ്ഞ മുഷാവറ യോഗം മുസ്തഫൽ ഫൈസിയുടെ വിശദീകരണം പരിശോധിച്ചെങ്കിലും മുസ്തഫൽ ഫൈസിയെ തിരിച്ചെടുക്കാൻ കൂട്ടാക്കിയില്ല. പുതിയ 6 അംഗങ്ങളെ സമസ്ത മുഷാവറയിൽ എടുത്തിട്ടും മുസ്തഫൽ ഫൈസിയെ തിരിച്ചെടുക്കുന്ന കാര്യം മാത്രം സമസ്ത പരിഗണിച്ചില്ല. വിശദീകരണം തൃപ്തികരമല്ല എന്നുള്ളതായിരുന്നു സമസ്ത മുഷാവറ അംഗമായിട്ടുള്ള ഉമർ ഫൈസി മുക്കം പറഞ്ഞത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മുസ്തഫൽ ഫൈസി മർക്കസ് നോളേജ് സിറ്റിയിൽ എത്തുകയും AP വിഭാഗവുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിട്ടുള്ളത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ മകൻ അബ്ദുൽ ഹക്കീമുമായി ചർച്ച നടത്തുകയും അതുമാത്രമല്ല മർക്കസിൽ പഠിപ്പിക്കാൻ ഈ പണ്ഡിതനെ അവർ ക്ഷണിക്കുകയും ചെയ്തു. മർക്കസിലെ മതപഠനശാലയിൽ മർക്കസിൽ പഠിപ്പിക്കാനായി മുസ്തഫൽ ഫൈസിയെ ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ക്ഷണം മുസ്തഫൽ ഫൈസി സ്വീകരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം അതിന് തർക്കമൊന്നുമില്ല. മുസ്തഫൽ ഫൈസി അവിടെ മുഷാവറയിലേക്ക് എടുക്കാൻ വേണ്ടിക്കൊണ്ട് മുസ്തഫൽ ഫൈസി എന്ത് ചെയ്തു, ഒരു കത്ത് കൊടുത്തു. ആ കത്തിൽ അവർക്ക് സ്വീകരിക്കാൻ പറ്റിയില്ല. ആ മുഷാവറക്ക്, സമസ്ത മുഷാവറക്ക് അത് സ്വീകരിക്കാൻ പറ്റിയില്ല. കാരണം മുസ്തഫൽ ഫൈസി കൊടുത്ത കത്ത് എന്നെ സമസ്തയിൽ ചേർക്കണം, എന്നെ മുഷാവറയിൽ ചേർക്കണം, അതല്ലെങ്കിൽ എന്നെ സമസ്തയിൽ ചേർക്കണം എന്ന് മാത്രം ഉള്ളായിരുന്നു ആ കത്തിലുണ്ടായിരുന്നത്. ആ സമയത്ത് വെഴുകി കയറിയ ആളാണ് ഇപ്പോൾ സമസ്ത നിയന്ത്രിക്കുന്നത് എന്ന വിഷയത്തിലാണ് ആരെ പുറത്താക്കിയിട്ടുള്ളത്?
മുസ്തഫൽ ഫൈസിയെ പുറത്താക്കിയിട്ടുള്ളത്. മുസ്തഫൽ ഫൈസിയും നളന്തക്കാരോടൊപ്പം നിന്ന് നളന്തക്കാരിൽ വെച്ചുകൊണ്ട് പ്രസംഗിച്ചതാണ് എന്ത്, പിന്നെ വൈകിക്കയറിയ ആളാണ് സമസ്തയെ നിയന്ത്രിക്കുന്നത്. അതാർക്കുള്ള കുത്താണ്? നമുക്ക് ഏവർക്കും അറിയാം, മഹാനായ സയ്യിദുൽ ഉലമ സയ്യിദ് ജിഫ്രി തങ്ങൾക്കുള്ളൊരു കുത്താണ് എന്നുള്ളത്. ആ കുത്ത് വല്ലാത്തൊരു കുത്തായിപ്പോയി. ആയതുകൊണ്ട് തന്നെയാണ് മുസ്തഫൽ ഫൈസി കൊടുത്ത അരജി എന്നെ സമസ്തയിലേക്ക് ചേർക്കണം എന്ന് പറഞ്ഞ ആ അരജി സ്വീകരിക്കാതെ പോയത്. അങ്ങനെ തന്നെ അല്ലേ? പറഞ്ഞതിനൊരു മാപ്പുമില്ലാതെ എൻ്റെ അടുത്ത് പറ്റിപ്പോയി, മേലിൽ അങ്ങനെ ഒന്നും ഉണ്ടാവൂല, അത് ഞാൻ ഹരത്തിൻ്റെ പേരിൽ പറഞ്ഞതായിരുന്നു എന്നെങ്കിലും ഒന്ന് എഴുതിയിട്ട് കൊടുക്കേണ്ടിയിരുന്നു. അപ്പം എന്ത് ചെയ്തിരുന്നു? മാപ്പ്, സോറി, ഇനി നമുക്ക് എടുക്കാമെന്നായിരുന്നു. പക്ഷേ മൂപ്പര് ഗൗരവത്തിൽ, മൂപ്പര് പറയാനുള്ള കാരണം മനസ്സിലായത്, മൂപ്പര് അതിലേക്ക് പോകാനുള്ള ഒരു താല്പര്യമില്ല. ആ സമസ്തയിൽ തുടർന്ന് പ്രവർത്തിക്കാൻ മൂപ്പർക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ ഈ രൂപത്തിലൊരു അരജി കൊടുത്തിട്ട് മൂപ്പര് അതിൽ നിന്ന് മാറ്റി നിർത്തണം എന്നുള്ള, അവർ മാറ്റി നിർത്തണം എന്നുള്ളത് മൂപ്പര് തീരുമാനിച്ചു. ഈ അരജിയോട് തന്നെ മൂപ്പരെന്ത് ചെയ്തു? മൂപ്പരെ മാറ്റി നിർത്തിയപ്പോൾ മൂപ്പരെന്ത് ചെയ്തു? നോളേജ് സിറ്റിയിലൊന്ന് സന്ദർശിച്ചു. നോളേജ് സിറ്റിയിൽ ഇപ്പോൾ സന്ദർശിക്കൽ കൊണ്ട് മാത്രമല്ല മൂപ്പരെ അവിടെ അധ്യാപനത്തിന് ക്ഷണിച്ചിട്ടുള്ളത്. മൂപ്പരെ ആ നോളേജ് സിറ്റി വരുന്ന കാലഘട്ടത്തിൽ തന്നെ മൂപ്പര് നല്ലൊരു ഫിഖ്ഹ് പണ്ഡിതനാണ്, നല്ലൊരു കർമ്മശാസ്ത്ര പണ്ഡിതനാണ് അദ്ദേഹം. ശംസുൽ ഉലമ കാലഘട്ടത്തിൽ പറഞ്ഞിരുന്നത്ര, ഇനിയൊരു ശംസുൽ ഉലമ വരികയാണെങ്കിൽ മുസ്തഫയാണ് എന്ന്. അത്രത്തോളം കഴിവുള്ള ഒരാളാണ് മുസ്തഫൽ ഫൈസി. പക്ഷേ നിലപാടില്ലാത്ത ആളായി പോയി എന്നുള്ള കാര്യം മാത്രം. ഇൻഷാ അല്ലാഹ് മൂപ്പരുടെ ഒരു ഫോൺ കോളും കൂടി ഉണ്ട്, എന്നിട്ട് ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് സംസാരിക്കാം. ആരാണ്? ഞാൻ അബൂത്താഹിർ ഫൈസി അറിയും. അബൂത്താഹിർ ഫൈസി എവിടെ സ്ഥലം? വയനാടാ. ആ ആ. അപ്പൊ ഉസ്താദിനെ കുറിച്ച് ഇങ്ങനെ ന്യൂസ് ഇങ്ങനെ വരുന്നുണ്ടല്ലോ, അപ്പൊ അതിന്റെ സത്യാവസ്ഥ എന്താന്ന് അറിയാൻ വേണ്ടിട്ട് വിളിച്ചു നോക്കിയ. എന്താ ന്യൂസിലുള്ളത്? മർക്കസിലെ അധ്യാപകനായിട്ട് ചുമതല ഏൽക്കുന്നു AP ഭാഗത്ത്. അത് ചുമതല ഏൽക്കും, അതെ, അതിന്റെ അവര് എന്നോ ക്ഷണിക്കുന്നുണ്ട്. അപ്പൊ അതിനെപ്പറ്റി ഇപ്പൊ അടുത്ത ദിവസം അവര് സംസാരിച്ചപ്പോ നമുക്ക് ആലോചിച്ച് ചെയ്യാം എന്നും പറഞ്ഞാണ്. അതിന്റെ അപ്പുറത്തേക്കൊന്നുമില്ല. സർവ്വസാധാരണയാണ്. അവിടെ ക്ലാസ് എടുക്കാൻ ക്ഷണിച്ചു, ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട്, പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല. ആയിക്കോട്ടെ, ഇതിനെന്താ പ്രശ്നമില്ലല്ലോ, അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല. ക്ലാസ് എടുക്കുക. അവിടെ ഇപ്പോൾ പല ആളുകളും ജാതി മതഭേദമന്യേ ക്ലാസ് എടുക്കണില്ല. അധ്യാപകരുണ്ടല്ലോ, മുസ്ലിമുണ്ട്, അമുസ്ലിമുണ്ട്, എല്ലാവരും ഉണ്ട്, ചേട്ടന്മാരുണ്ട്, എല്ലാ ആളുകളും ക്ലാസ് എടുക്കുന്നുണ്ട്. മാഷന്മാരായിട്ടും ഡോക്ടർമാരായിട്ടും എഞ്ചിനീയർമാരായിട്ടും വക്കീലന്മാരായിട്ടും എല്ലാ ആളുകളും അവിടെ അല്ലേ. നോളേജ് സിറ്റിയാണ്, ഒരു ലോകല്ലേ, അതൊരു ലോകല്ലേ. അവിടെ ഒന്ന് പോയി കാണണ്ടേ? അതല്ലേ അതിൻ്റെ രസം. അപ്പോൾ മുസ്തഫൽ ഫൈസിനെ പല സമയത്തും അവിടേക്ക് വിളിച്ചിട്ടുണ്ട്. ഇപ്പം മുസ്തഫൽ ഫൈസിനെ രണ്ടാം വട്ടം ഒന്നും കൂടി വിളിച്ചു നോക്കുമ്പോൾ മുസ്തഫൽ ഫൈസി ചെല്ലാറിന് ക്ലാസ് എടുക്കാൻ തന്നു. ഓക്കെ, ബാക്കി സംഘടനാപരമായിട്ട് അങ്ങനെ പോണില്ല, ലെക്ചറായിട്ട്. പിന്നെ അതുകൊണ്ട് വല്ല ഗുണമുണ്ടാകാണെങ്കിൽ ഉണ്ടാകട്ടെ, അത്രേ ഉള്ളൂ. നമുക്കൊരു പ്രത്യേകിച്ച് തീരുമാനങ്ങളൊന്നുമില്ല. ഇവിടെയാണ് പ്രശ്നം. പ്രത്യേകിച്ച് മൂപ്പർക്ക് തീരുമാനങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു കൊടുത്താണ് പ്രശ്നം. ഇൻഷാ അല്ലാഹ് നമുക്ക് ലാസ്റ്റ് പറയാം. ഇതിപ്പോ നോളജ് സിറ്റി വന്ന ഉടനെ തന്നെ അവരെന്നെ ക്ഷണിക്കുന്നുണ്ട്. അപ്പോ ഞാൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞതുമാണ്. പിന്നെ കഴിഞ്ഞ തവണ ഞാൻ ഈ AP കാണാൻ പോയില്ല, AP സുഖമില്ലാത്ത സമയത്ത് ഞാൻ ഷവറിലപ്പോ പോയല്ലോ. ഇപ്പൊ ഇങ്ങനെ വരുമ്പോഴേ മറ്റേ സമസ്തയിലേക്ക് ഇപ്പോ പരിഗണിക്കാത്തത് കൊണ്ട് ഇങ്ങനെ മറുഭാഗത്തേക്ക് പോവാണെന്നുള്ള. അതിപ്പോ ഓരോരുത്തർക്കും ഓരോന്നും പറയാല. അതിപ്പോ പറയണവരെ നിയന്ത്രിക്കാനൊന്നും ഇപ്പൊ നമുക്ക് പറ്റില്ല. സമസ്തയിലേതായാലും എനിക്ക് താല്പര്യമില്ല, കാരണം അത് അങ്ങനെയാണ് അതിന്റെ അവസ്ഥ. അതൊന്നും ഇപ്പൊ ഞാൻ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. ഏതായാലും ഇതിന്റെ പുസ്തകത്തിന്റെ പ്രകാശനുണ്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ജനുവരി 4 ഞായറാഴ്ച കോഴിക്കോട് വെച്ച്. ത്രിമാന തീർത്ഥം അതിങ്ങനെ മുമ്പിൽ വെച്ചിട്ടാണ് വിളിക്കണത്. അതിനുശേഷം മറ്റേ ഇത് യുക്തിവാദം സംബന്ധിച്ച് എഴുതിയല്ലോ, പിന്നെ അവയവദാനം സംബന്ധിച്ച് എഴുതി. എല്ലാ പുസ്തകങ്ങളും നല്ല ഉഷാറാണ്, ഞാൻ വായിക്കുക, എല്ലാം വാങ്ങലുണ്ട്.
ആയിക്കോട്ടെ, നിങ്ങൾ വായിക്കി. പിന്നെ അപ്പൊ ഈ 4-ാം തീയതി കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനം. 4-ാം തീയതിയാണ് പ്രകാശനം കോഴിക്കോട്ട്. നിങ്ങൾ സൗകര്യപ്പെട്ടാൽ വരുന്നുണ്ട്. ഓക്കെ. കേട്ടല്ലോ മുസ്തഫൽ ഫൈസിയുടെ ഫോൺ റെക്കോർഡ് കേട്ടല്ലോ. ഇത് മുസ്തഫൽ ഫൈസി നേരിട്ട് പറയുന്ന ഒരു വിഷയമാണ്, മറ്റേത് വാർത്താ ചാനലിൽ പറഞ്ഞൊരു വിഷയമാണ്. ഏതായാലും ആവട്ടെ, മുസ്തഫൽ ഫൈസിയെ ഇപ്പോൾ നോളേജ് സിറ്റിയിൽ അധ്യാപകനായി ക്ഷണിച്ചിട്ടുണ്ട്, അവിടെ ചുമതല ഏറ്റിട്ടുണ്ട്. ഇൻഷാ അള്ളാഹ് അടുത്തായിട്ട് അതിന് പങ്കെടുക്കും, അതിലേക്ക് പോകും. 4-ാം തീയതി ഒരു പുസ്തക പ്രകാശനം കോഴിക്കോട് നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഉചിതമായ ഒരു തീരുമാനമെടുക്കും. അതിലേക്ക് പ്രത്യേകിച്ച് നിങ്ങൾ വരണമെന്നൊക്കെ വിളിച്ച അബൂ ത്വാഹിർ ഫൈസിയെ പ്രത്യേകം ക്ഷണിച്ചതും നാം എല്ലാവരും കേട്ടു. എന്നാൽ ഇവിടെ നമുക്കൊരു പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മളൊക്കെ സുൽത്താനുൽ ഉലമയുടെയും സുലൈമാൻ ഉസ്താദിന്റെയും അഖിലുസുന്നയുടെ പിന്നിൽ നിലനിൽക്കുമ്പോൾ, സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെ പിന്നിൽ നിലനിൽക്കുമ്പോൾ, അവിടെ സയ്യിദുൽ ഉലമ ജിഫിരി തങ്ങളടക്കമുള്ളവർ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി മാത്രം നിലകൊണ്ട് ജീവിക്കുമ്പോൾ, ഈ മുസ്തഫൽ ഫൈസി 3-4 വട്ടം ഏതാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന് അതിൽ നിൽക്കും. കാന്തപുരം വിഭാഗത്തിൽ നിന്നിരുന്ന സമയത്ത് അൽ മുബാറക് എഴുതി വലിയ പ്രചരണ പ്രവർത്തനം നടത്തി. പിന്നെ അതിൽ നിന്ന് ഇതിലേക്ക് വന്നു, പിന്നെ ഇതിൽ നിന്ന് അങ്ങോട്ട് പോയി, പിന്നെ അങ്ങോട്ട് പോകുകയാണെന്ന് കണ്ടപ്പോൾ വീണ്ടും ഇതിൽ സ്ഥാനം കൊടുത്തപ്പോൾ അതിലേക്ക് പോകുക എന്ന് കണ്ടപ്പോൾ വടശ്ശേരി അസം മുസ്ലിയാരുടെ ഉസ്താദാണല്ലോ. അപ്പോൾ അവിടെ ഒരു പരിപാടി നടന്നപ്പോൾ അതിലേക്ക് ക്ഷണിച്ചു. അവിടെ പരിപാടിയിൽ കൂടിയപ്പോൾ സമസ്തക്കാർ മനസ്സിലാക്കുന്ന അതിലേ കൂടി പോണ്ട എന്ന് വിചാരിച്ച് കേന്ദ്ര മുഷാവറ മെമ്പറാക്കി തീരുമാനിച്ചു. അപ്പോൾ പിന്നെ ഇതിലേക്ക് തന്നെ വന്നു. ഇപ്പം ഇതിൽ വന്നിട്ട് വൈക്കുന്ന കൂടി തന്നെ കണ്ട് പറഞ്ഞപ്പോൾ ഇയാളങ്ങോട്ട് പുറത്താക്കിയപ്പോൾ ഇയാൾ നിന്ന് തിരിയാണ്. ഇയാൾക്ക് സത്യത്തിൽ ഒരു നിലപാടില്ലാത്ത ഒരാളാണ്. ആര്? മുസ്തഫൽ ഫൈസി ഒരു നിലപാടില്ലാത്ത ഒരാളാണ്. നിലപാടില്ലാത്ത ഒരാളെ നമുക്ക് നോളജ് സിറ്റിയിലേക്ക് വേണോ എന്നെൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ പറയുന്നത് കേട്ടോ. അതെഴുതിയിട്ട് നമ്മൾ ആളുകൾ എൻ്റെ പിന്നിൽ കൂടി കണ്ട് ഇൻകിലാബ് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറയാണ്, നിലപാട് ഇല്ലാത്ത ഒരാളെ നമുക്ക് ആവശ്യമില്ല. എത്രയോ കഴിവുള്ള പണ്ഡിതന്മാർ, എത്രയോ കഴിവുള്ള അറബിയിലും ഇംഗ്ലീഷിലും ഉറുദുവിലും തമിഴിലും കന്നഡയിലും ഇങ്ങനെ ഏതെല്ലാം ഭാഷകളുണ്ട് ആ ഭാഷകളിലൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റിയ സഖാഫിമാരിൽ, അതുപോലെ തന്നെ ഖലീൽ ബുഖാരി തങ്ങളെടുത്തുനിന്നും, അതുപോലെ കൊണ്ടോട്ടി കോളേജിൽ നിന്നും, അതുപോലെ കുറ്റ്യാടി സിറാജുൽ ഹുദയിൽ നിന്നും, ഇങ്ങനെ നിലമ്പൂർ മജ്മയിൽ നിന്നും, ഇങ്ങനെ അനവധി കോളേജുകളിൽ നിന്ന് ഇറങ്ങിയ പണ്ഡിതന്മാരും അധ്യാപകരായ മാഷന്മാരും അതുപോലെ തന്നെ വക്കീലമാരും എല്ലാവരും നമുക്കുണ്ട്. എന്നിട്ട് ഈ നിലപാടില്ലാത്ത ഇയാളെ തന്നെ കൊണ്ടുപോയിട്ട് നമുക്ക് വേണോ എന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. പക്ഷേ എന്നാൽ ഞാൻ എതിർക്കുകയും അല്ല. കാരണം നേതൃത്വം പറയുന്ന വിഷയം നമ്മൾ അംഗീകരിക്കണം. നേതൃത്വത്തിനോടൊപ്പമാണ് നമ്മളുള്ളത്. അള്ളാഹു നമ്മുടെ നേതൃത്വത്തിന് ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടെ മുഴുവൻ നിയന്ത്രിക്കുന്നത് നമുക്ക് നോക്കിക്കാണാൻ കഴിയുന്ന ഹക്കീം അസ്ഹരി ഉസ്താദ് അവരുകളാണ്. അതുപോലെ തന്നെ നമ്മുടെ മറ്റു ഉസ്താദുമാരാണ്. അവർക്കൊക്കെ അറിയാമല്ലോ. പക്ഷെ അവര് പറയുമ്പോൾ അവരുടെ പിന്നിൽ നാം നിൽക്കുക എന്ന് മാത്രം. അതല്ലാതെ നമുക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് നിലപാടില്ലാത്ത ഒരാളെ നമുക്ക് വേണ്ട എന്നുള്ളൊരു അഭിപ്രായമാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അതുപോലെ ഒരുപാട് ആളുകൾ സംസാരിച്ചപ്പോഴും പറയുന്നത്, എന്തിനാ ഈ നിലപാടില്ലാത്ത ആളുകൾ? ഇയാൾക്കൊരു പ്രത്യേക നിലപാടൊന്നുമില്ല. ഇയാൾ ഇനി ചിലപ്പോൾ അതിൽ തന്നെ മാറും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കളിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കും.